ഇതാ വരുന്നുണ്ട്. അതാ പുറത്തോട്ട് വരുന്നുണ്ട്. പ്രിയ ഗുരുജനങ്ങളെ, നല്ല നമസ്കാരം. ഞാൻ മഴയിലായതുകൊണ്ട് ഇത് നല്ല മഴയാണ്. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് സമയം വെയിലെല്ലാം വന്നിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മഴയായതുകൊണ്ട് ഞാൻ പിന്നെ വയനാട്ടിലേക്ക് തൽക്കാലം പോകുന്നില്ല. നമുക്ക് ദേവിയുടെ അടുത്ത് ആദ്യ സന്ദേശം വന്നിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല ശക്തിയായ കാറ്റും മഴയും കേരളം മുഴുവൻ. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ചാൽ ശക്തിയായ കാറ്റും ഉണ്ട്, അതുപോലെ തന്നെ ശക്തമായ ഇടിമിന്നലും ഉണ്ടാവും എന്നെല്ലാം പറയുന്നുണ്ട്. ശ്രദ്ധിക്കുക, വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുക, അത്രയേ ഉള്ളൂ. പിന്നെ ഇന്ന് 30-ാം തീയതി വെള്ളിയാഴ്ച കേട്ടോ. ഇന്നാണ് ഞാൻ പറയുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് പ്രത്യേകിച്ച് മലയോര പ്രദേശത്തെല്ലാം പോകുന്ന കൂട്ടർ നല്ലോണം ഒന്ന് ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ കേരളം മുഴുവനാണെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. നല്ല ശക്തിയായ കാറ്റും മഴയും വരാനുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലത്തെ സന്ദേശത്തിൽ തന്നതാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഞാനിപ്പോൾ പോകുന്നത് പള്ളിക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ. ഇപ്പം ഈ വീഡിയോ കഴിഞ്ഞാൽ മഴ കഴിഞ്ഞാൽ എനിക്ക് പിന്നെ പുറത്തേക്ക് പോകാൻ പറ്റുമേ, അതുകൊണ്ടാണ് മുൻകൂട്ടി പറയുന്നത്. അപ്പം ചിലപ്പോൾ 2-3 ദിവസത്തെ വീഡിയോ ഉണ്ടായിന്ന് വരില്ല, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ മഴ കുറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യാത്ര തുടങ്ങും. പിന്നെ അതുപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം ഞാൻ പോകുന്നത് പള്ളിക്കുന്നാണ്. പള്ളിക്കുന്ന് നമ്മളന്ന് ചിത്രം വരച്ച കുട്ടിയില്ലേ, അപ്പോൾ ചിത്രം വരച്ച കുട്ടീൻ്റെ അങ്ങോട്ടേക്ക് അവളെ വീട്ടിലൊന്ന് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ചാൽ അവരെ ശ്രീകൃഷ്ണ ഭഗവാൻ പ്രതിമയുണ്ടല്ലോ, അത് ചെറുങ്ങനെ കേടുവന്നു പോയി. അപ്പോൾ കേടുവന്നു പോയപ്പം അവർ പുതിയത് സ്ഥാപിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് വാങ്ങുന്ന സമയത്ത് എന്നോട് വിളിച്ച് പറഞ്ഞു, ഇങ്ങനെ ഗുരുജി ഇങ്ങനെ വന്നിട്ട് ഒന്ന് വെച്ച് തരുമെന്ന്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു നമുക്ക് പറ്റുന്ന കാര്യമല്ലേ, അപ്പോൾ അത് വെച്ച് കൊടുക്കാമെന്ന് കരുതിയിട്ട് പോകുന്നതാണ്. പിന്നെ നല്ലൊരു കലാകാരിയാണ്, ചെറിയ മോളല്ലേ. അപ്പോൾ അവളൊരാഗ്രഹം പറഞ്ഞു, അവളെ ഫാമിലിയും പറഞ്ഞു. നല്ല മഴക്കാറ്റ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് പോകുന്നതാണ്. അപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാൻ വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും മലയോര പ്രദേശങ്ങളിൽ പോകുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ള വേറൊരു കാര്യമുണ്ട്. ഇനിയിപ്പോൾ എന്ന് വെച്ചാൽ വാട്സപ്പിൽ സാധാരണ ഞാൻ എല്ലാവർക്കും ലിങ്ക് അയച്ചു കൊടുക്കാറുണ്ട്. ഇനി നമ്മളെ വീഡിയോ കാണാൻ ആഗ്രഹിക്കുന്നവർ പിന്നെ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും കേട്ടോ. വാട്സപ്പിൽ തന്നെ സ്റ്റാറ്റസിലിടും. പിന്നെ ഇൻസ്റ്റാഗ്രാമിലുണ്ട്, പിന്നെ ഫേസ്ബുക്കിലുണ്ട്, പിന്നെ ട്വിറ്ററിലുണ്ട്, പിന്നെ വേറെ എന്തൊക്കെയോ ഉണ്ട്, അത്ര എനിക്കറിയും. അപ്പം അത് പ്രത്യേകിച്ച് പറയാൻ എന്നോട് കുറേ ദിവസമായി അവരൊക്കെ ഏൽപ്പിക്കുന്നത്. അപ്പം ഞാനത് മറന്നു പോകുന്നതായിട്ടാണ്. അപ്പം നിങ്ങൾ ഇനി വാട്സപ്പിൽ സ്റ്റാറ്റസിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ലിങ്ക് കിട്ടും, അതിൽ വരും. അപ്പം വാട്സപ്പിൽ എല്ലാവരും കാണാൻ ശ്രമിക്കുക. അത് പ്രത്യേകിച്ച് പറയണം പാടണമെന്ന് വെച്ചാൽ കുറേ ആയി മറന്നു പോകുന്നു. ഇപ്പോൾ നമ്മളെ സ്ഥലദേശം എത്തിയാൽ
ഉണ്ട്. അങ്ങനെ സജിമേൻ്റെ അടുത്ത് പോയി അവിടെ കൃഷ്ണയിലൊക്കെ വെച്ചു. അതെല്ലാം പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ എല്ലാം ഭംഗിയായി. ഞാനിതിപ്പോൾ മടങ്ങി കേട്ടോ. അപ്പോൾ സന്തോഷമായി, അവർക്ക് വളരെ സന്തോഷമായി. നല്ല അവർ പറഞ്ഞു നല്ല അമ്പലത്തിൽ നിൽക്കുന്ന ഒരു ഫീല് ശരിക്കും ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ തന്നെ നമുക്ക് സന്തോഷമായി. കാരണം അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ അല്ലേ നമ്മൾ ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടും. കാരണം നമ്മൾ മനസ്സറിഞ്ഞ് പോയിട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഇതും കൂടി കാണിക്കണ്ടേ. ഇത് പള്ളിക്കുന്ന് ശ്രീ മൂകാംബിക ക്ഷേത്രം കേട്ടോ. നമ്മളന്ന് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. തൊട്ടപ്പുറം ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂകാംബിക ഓഡിറ്റോറിയമാണ്. ഈ ഭാഗമെല്ലാം കുറേ മാറിപ്പോയി. ഇത് ഒരു ചക്ക കേട്ടോ. അത് കണ്ടോ, അത് ഒരു നമ്മളെ ഇടിച്ചക്ക എന്നെല്ലാം പറയുന്നില്ലേ, അതുപോലത്തെ സംഭവം. അത് ഞാൻ പെട്ടെന്ന് കുറച്ചും കൂടി സ്പീഡിൽ വന്നോണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുമായിരുന്നു. അയാൾ വന്ന് സ്റ്റൈലുണ്ടിനോ അങ്ങ് കയറിയേക്ക് പോയത്. അങ്ങനെ നമ്മളെ ഇവിടുത്തെ കാഴ്ചകൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, നമ്മളെ ആ വീഡിയോ കാഴ്ചകൾ അങ്ങനെ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാഴ്ചകൾ കണ്ട് വേഗം വരും. അപ്പോഴേക്കും ഞാൻ നമ്മളെ നാട്ടിലേക്ക് പിടിക്കുവാണ്, തറവാട്ടേക്ക് പോവുകയാണ്. വയനാട്ടിലേക്ക് നമ്മൾ ചിലപ്പം വേഗം പോകും കേട്ടോ. ഇനിയിപ്പോൾ 2-3 ദിവസത്തേക്ക് മഴ ശക്തമായിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇന്ന് രാത്രിയോ പുലർച്ചയ്ക്കോ ചിലപ്പം വരാനാ ചാൻസ്. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുന്നു, നിങ്ങൾ ആ കാഴ്ച കണ്ടിട്ട് വേഗം വരും. നല്ല നമസ്കാരം.